റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ പാഠങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. യസ്രിബിനെ ഹിജ്റയുടെ നാടായി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുക്കുകയും പ്രവാചകന്റെ സ്വഹാബാക്കൾ മദീനയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലാണുള്ളത്. മക്കയിലെ മുശ്രിക്കീങ്ങൾ ഇസ്ലാം ഒരു ശക്തിയായി മാറുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിച്ചുകൊല്ലാൻ ദാറുൻ നദുവയിൽ ഒരുമിച്ചുകൂടി അവർ ചർച്ച നടത്തുകയാണ്. നജ്ദിൽ നിന്നുള്ള വൃദ്ധനായ ഒരു വ്യക്തിയുടെ രൂപത്തിൽ ഇബ്ലീസും ആ ചർച്ചയിൽ പങ്കുകൊണ്ടു. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അവിടെ വരികയാണ്. നമുക്ക് നാട് കടത്താം. നാട് കടത്തിയിട്ട് എന്ത് കാര്യം? അവിടെയും ഇസ്ലാം പുത്തുലയും, അവിടെയും ഇസ്ലാം അതിജയിക്കും. ഒടുവിൽ മുശ്രിക്കീങ്ങളുടെ നേതാക്കൾ എല്ലാവരുമുള്ള ആ സദസ്സിൽ അബൂജഹൽ ഒരു അഭിപ്രായം മുന്നോട്ട് വച്ചു. നമ്മുടെ കൂട്ടത്തിലുള്ള യുവാക്കളെല്ലാം സംഘടിക്കുക, ആ യുവാക്കളുടെ കൈകളിൽ ആയുധം നൽകുക. രാത്രി മുഹമ്മദ് ഉറങ്ങുമ്പോൾ എല്ലാവരും ഒന്നിച്ചു ചെന്ന് മുഹമ്മദിന്റെ കഥ കടിക്കുക. അങ്ങനെയാകുമ്പോൾ എല്ലാ ഗോത്രങ്ങൾക്കും ആ രക്തത്തിൽ പങ്കുണ്ട്. പ്രതിക്രിയ നടത്താൻ, പകരം ചോദിക്കാൻ അവർക്ക് കഴിയുകയുമില്ല. അങ്ങനെ നമ്മുടെ ഗോത്രത്തിലെ എല്ലാ ഗോത്രത്തിൽ നിന്നുമുള്ള കരുത്തരായ യുവാക്കൾ അവരൊന്നിച്ചു ചേർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാനാണ് അവരുടെ തീരുമാനം. അവരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു ഇല്ലാതാക്കി. ആ ആൾക്കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്ഷപ്പെടുത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ആ സമയത്തും അലി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ വീട്ടിലുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് മക്കയിൽ തന്നെ നിൽക്കാനാണ് പ്രവാചകന്റെ കൽപ്പന. അതെന്തിനാണ്? ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്ത് പ്രവാചകന്റെ കൈകളിലുണ്ട്. ആ ഏൽപ്പിച്ച അമാനത്തുകൾ അതിന്റെ ഉടമസ്ഥരുടെ കൈകളിലേക്കു തന്നെ തിരിച്ചേൽപ്പിക്കണം. നോക്കൂ, ഇതാണ് ഇസ്ലാം. ഒരു ജനത ആ നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ, ഒരു ജനത ഒന്നടങ്കം വകവരുത്താൻ തീരുമാനിച്ച് ആയുധങ്ങളുമായി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ, അവർ വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ, അവരുടെ ഹക്ക്, അത് അവരിലേക്കു തന്നെ തിരിച്ചേൽപ്പിക്കണം. അനർഹമായി മറ്റൊരാളുടെ സമ്പാദ്യം കൈകളിലേക്കുണ്ടാകരുത്. അതുകൊണ്ട് അലി, താങ്കൾ മറ്റുള്ളവരുടെ ഹക്ക് അവരിലേക്കു തന്നെ തിരിച്ചേൽപ്പിക്കണമെന്ന ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ പാഠം ഹിജ്റയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉച്ച സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് എത്തി. സാധാരണ ആ സമയത്ത് പ്രവാചകൻ അവിടേക്ക് എത്താറില്ല. ആരാണെന്ന് ചോദിക്കുന്നു. വന്നത് റസൂലുള്ളാഹിയാണ് എന്നറിഞ്ഞപ്പോൾ അവർ സ്വീകരിക്കുന്നു. ഹിജ്റ പുറപ്പെടാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് അബൂബക്കർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ റസൂലുള്ളാഹിയുടെ ഹിജ്റയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടാൻ പോവുകയാണ്. ആ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ കൂടെ ഞാനും ഉണ്ടാകട്ടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് അബൂബക്കർ, ഹിജ്റയിലെ കൂട്ടുകാരനായി നിങ്ങളെ സ്വീകരിക്കാൻ എന്ന് റസൂലുള്ളാഹിയുടെ മറുപടി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, സന്തോഷം വന്നാൽ ഒരാളുടെ കണ്ണ് നിറയുമെന്ന്, ഒരാൾ കരയുമെന്ന് അന്നെനിക്ക് മനസ്സിലായി. ഹിജ്റയിൽ കൂടെ റസൂലുള്ളാഹിയുടെ കൂടെ ചേരാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് അബൂബക്കർ സിദ്ദീഖിനെയാണ് എന്നറിഞ്ഞപ്പോൾ
അദ്ദേഹം കരയുകയായിരുന്നു. രണ്ടൊട്ടകത്തെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദാര്യമായി അത് സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അത് വില കൊടുത്തു വാങ്ങാം എന്ന തീരുമാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. സൗറിൽ കണ്ടുമുട്ടാം എന്ന ധാരണയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഗുഹയിലേക്കെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടെ എത്തി. പിന്നീട് അവിടെ വെച്ചുകൊണ്ടാണ് രണ്ടുപേരും കണ്ടുമുട്ടുന്നത്. 3 ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ആ ഗുഹയിലാണ് കഴിച്ചുകൂട്ടിയിട്ടുള്ളത്. ശത്രുക്കൾ ഇനാമു പ്രഖ്യാപിച്ചു. ജീവനോടുകൂടെയാകട്ടെ അല്ലാതെയാകട്ടെ പിടിച്ചുകൊണ്ടുവന്നാൽ 100 ഒട്ടകത്തെയാണ് സമ്മാനം. ശത്രുക്കൾ ചുറ്റുഭാഗവും ഓടുകയാണ്. അവർക്ക് പരിചിതമായ മദീനയിലേക്കുള്ള എല്ലാ വഴികളിലും അവർ പ്രവാചകനെ തിരയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തിരയുന്നു. പക്ഷേ റസൂലുള്ളാഹിയുടെ തീരുമാനം 3 ദിവസം എവിടേക്കും യാത്രയില്ല. 3 ദിവസം ഗുഹയിൽ കടിച്ചുകൂട്ടുക. അതിൽ തന്നെ കൃത്യമായ പ്ലാൻ. ഹിജ്റ അങ്ങോട്ട് തോന്നിയ രൂപത്തിൽ ഇറങ്ങി പുറപ്പെട്ടതല്ല. ഇസ്ലാമിൽ ഒരു കാര്യവും അങ്ങനെ കാണാൻ കഴിയില്ല. ഒരു പ്ലാനും ഇല്ലാതെ, ഒരു കൂടിയാലോചനയും ഇല്ലാതെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുക, ബാക്കി അള്ളാഹു നോക്കും എന്ന രൂപത്തിലല്ല. ഹിജ്റയുടെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായ പ്ലാനുണ്ട്. വഹിയുള്ള പ്രവാചകൻ, വഹിയുള്ള ആകാശത്ത് നിന്ന് ജിബ്രീൽ ഇറങ്ങി വഹി അറിയിച്ചു കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൂറയുടെ അടിസ്ഥാനത്തിലാണ്, ആലോചനകളിലൂടെയാണ് ഹിജ്റയുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇന്ന് പലപ്പോഴും ശൂറകൾ നടക്കുന്നില്ല, കൂടിയാലോചനകൾ നടക്കുന്നില്ല. ഓരോരുത്തരും തോന്നുന്നതനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്നു. ഹിജ്റയുടെ പാഠങ്ങൾ നോക്കൂ. ഭക്ഷണം എത്തിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖിനും അസ്മ റളിയല്ലാഹു തആല അൻഹയെ ഏൽപ്പിച്ചു. ഭക്ഷണം എത്തിക്കേണ്ട ഉത്തരവാദിത്വം അസ്മ റളിയല്ലാഹു തആല അൻഹയ്ക്കാണ്. പോകുന്ന വഴികളിൽ ആ കാൽപ്പാട് മായ്ച്ചു കളയണം. അതിന് ഒരു ഒട്ടക കൂട്ടവുമായി, ആട്ടിൻ കൂട്ടവുമായി ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. ആമിറിന്റെ ഉത്തരവാദിത്വം റസൂലുള്ളാഹി നടന്ന വഴികളിലൂടെ ആടിനെ മേച്ചു പോകണം. അപ്പോൾ കാൽപ്പാടുകൾ കാണുകയില്ല. കാൽപ്പാട് മായ്ക്കാൻ ഒരാളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. മക്കക്കാരുടെ തീരുമാനം എന്താണ്, അവരുടെ ചർച്ച എന്താണ്, അവരുടെ വാർത്തകൾ എന്താണ്, അത് റസൂലുള്ളാഹിക്ക് അറിയണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുള്ളയെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. പകലിൽ ഖുറൈശികൾക്കിടയിലൂടെ, മക്കക്കാർക്കിടയിലൂടെ നടക്കണം, അവരുടെ സംസാരങ്ങൾ കേൾക്കണം. രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് എത്തി ആ വാർത്തകൾ അറിയിച്ചു കൊടുക്കണം. പകലിൽ അബ്ദുള്ള ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഉണ്ടാകും, അവരുടെ ചർച്ചകൾ കേൾക്കും, അവരുടെ പ്ലാനുകൾ അറിയും. രാത്രി റസൂലുള്ളാഹിയുടെ അരികിലേക്ക് എത്തി പുലരുന്നതിന് മുമ്പ് അദ്ദേഹം തിരിച്ചു പോകും. വഴി കാണിക്കാൻ ഒരാളെ റസൂലുള്ളാഹി തെരഞ്ഞെടുത്തു. അങ്ങനെ ഹിജ്റയുടെ ഓരോ വേളയിലും കൃത്യമായ പ്ലാനോടുകൂടെ, കൃത്യമായ ആലോചനകളോടുകൂടെയാണ് കടന്നുപോകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ വീട്ടിൽ 2 പെൺമക്കളാണ് ബാക്കിയുള്ളത്. അസ്മ റളിയല്ലാഹു തആല അൻഹയും ആയിഷ റളിയല്ലാഹു തആല അൻഹയും. മുശ്രിക്കീങ്ങൾ ആ വീട്ടിലേക്ക് എത്തുന്നു. എവിടെയാണ് അബൂബക്കർ, എവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ? അറിയില്ല എന്ന് മറുപടി പറഞ്ഞു. അറിയില്ല, കളവല്ല പറഞ്ഞത്. ഹിജ്റയിൽ എവിടെ എത്തി നിൽക്കുന്നു, എന്താണ് സാഹചര്യം അവർക്കറിയില്ല. അസ്മ റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തടിച്ചു മുശ്രിക്കീങ്ങളുടെ നേതാക്കൾ. അവര് താഴെ വീണു. അവരുടെ കാതിൽ അവരണിഞ്ഞിരുന്ന ആഭരണം അതറ്റ് താഴെ വീണു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു സങ്കടവും ഒരു പരാതിയും അവർ പറഞ്ഞില്ല, ഒരു പ്രയാസവും അവർ പറഞ്ഞില്ല. ഒരല്പസമയം കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പ അബൂ ഖുഹാഫ, അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അബൂ ഖുഹാഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ വീട്ടിലേക്ക് എത്തുന്നു. എവിടെയാണ് അബൂബക്കർ? ചോദിച്ചൊരു ചോദ്യമുണ്ട്. അബൂബക്കർ മുഹമ്മദിന്റെ കൂടെ പോയപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും അബൂബക്കർ ചെയ്തു വച്ചിട്ടുണ്ടോ? പെൺമക്കളാണല്ലോ വീട്ടിലുള്ളത്. നിങ്ങൾക്ക് ജീവിക്കാനുള്ള വല്ല വകയും അബൂബക്കർ ഒരുക്കി വച്ചിട്ടുണ്ടോ?
അസ്മ റളിയല്ലാഹു തആല പതുക്കെ വീടിന്റെ പിറകുഭാഗത്തേക്ക് ചെന്ന് ഒരു പാത്രത്തിൽ അവർ കല്ല് നിറച്ചു. ആ പാത്രവുമായി വല്ലിപ്പയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഉപ്പ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചതാണ്, ഒന്നുമില്ല, അതിൽ കല്ല് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ പാത്രം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഒരാളുടെ മുന്നിലും ഞങ്ങൾ കൈ നീട്ടുകയില്ല. വല്ലിപ്പ നിങ്ങളുടെ മുന്നിൽ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഗതിയിലല്ല ഞങ്ങളുടെ ഉപ്പ ഞങ്ങളെ വിട്ടേച്ചു പോയിട്ടുള്ളത്. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ഉപ്പ സമ്പാദിച്ചിട്ടുണ്ട്, ഏൽപ്പിക്കേണ്ടവന്റെ കരങ്ങളിലാണ് ഞങ്ങളുടെ ഉപ്പ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് തിരിച്ചു നടക്കാം. അത് ഈമാനികമായ ഒരു ആവേശമാണ്. എന്റെ ഉപ്പ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നയാളാണ്. ആരുടെയെങ്കിലും കൊത്തിവലിക്കലുകൾക്ക് എന്റെ ഉപ്പയെ വിട്ടുകൊടുക്കുകയില്ല എന്ന മതബോധമുള്ളൊരു പെണ്ണിന്റെ നിലപാടാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഭക്ഷണപ്പൊതി, ആ ഭക്ഷണപ്പൊതി അസ്മ റളിയല്ലാഹു തആല കെട്ടുന്നത് അവരുടെ അരപ്പട്ട കൊണ്ടാണ്. 2 അരപ്പട്ടയുള്ളവൾ, ഒന്ന് സ്വർഗത്തിലാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉംറ ചെയ്തവർ, ആ ഉംറയിൽ യാത്രയിൽ മദീനയിലേക്ക് പോയവരുണ്ടാകും. എത്ര മണിക്കൂർ നമ്മൾ ബസ്സിലിരുന്നു, എത്ര മണിക്കൂർ നമ്മൾ കാറിലിരുന്നു. 6-7 മണിക്കൂറുകൾ താണ്ടിയാണ് എത്തിയത് എങ്കിൽ ആ കാലഘട്ടത്തിൽ 450-ലധികം വരുന്ന കിലോമീറ്ററുകൾ പൂർണ്ണ ഗർഭിണിയായ അസ്മാ ബിൻത് അബീ ബക്കർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടന്നു വരുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മദീനയിലെത്തി അവർ പ്രസവിച്ചു. മുഹാജിറുടെ 1ാമത്തെ കുട്ടി അബ്ദുല്ലാഹ് ബിൻ സുബൈർ, ഹിജറയ്ക്ക് ശേഷം ജനിച്ച ആദ്യത്തെ കുട്ടി അബ്ദുല്ലാഹ് ബിൻ സുബൈർ, അസ്മ റളിയല്ലാഹു തആലയുടെ മകൻ. ആ അസ്മ റളിയല്ലാഹു തആലയുടെ ചരിത്രം വായിച്ചുകൊണ്ടാണ് മുസ്ലിം സഹോദരിമാരെ, ഇസ്ലാമിലെ നിങ്ങളുടെ ത്യാഗത്തിന്റെ വില നിങ്ങൾ വിലയിരുത്തേണ്ടത്. ഹിജ്റയുടെ വേളയിൽ പൂർണ്ണ ഗർഭിണിയായ ആ ഉമ്മയുണ്ടല്ലോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടക്കുന്ന ആ ദിനരാത്രങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ എന്തു ചെയ്യുന്നു, നമ്മുടെ ത്യാഗങ്ങൾ എത്രയാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ഹിജ്റയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യസ്രിബിലേക്ക് പുറപ്പെടുകയാണ്. ആ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അതെല്ലാം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഗുഹയിൽ കഴിയുമ്പോൾ ശത്രുക്കൾ തൊട്ടു മുന്നിലെത്തുന്നുണ്ട്. ഒന്നവർ താഴോട്ടു നോക്കിയാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കാണും. അബൂബക്കർ സിദ്ദീഖിനെ അവർ കാണും. ഒന്ന് കാതുകൂർപ്പിച്ചാൽ മിടിക്കുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ ആ ഹൃദയത്തിന്റെ മിടിപ്പ് അവർക്ക് കേൾക്കാം. അത്രയും തൊട്ടരികിൽ ശത്രുക്കളെത്തി. അബൂബക്കർ റളിയല്ലാഹു തആല പതിഞ്ഞ സ്വരത്തിൽ റസൂലുള്ളാഹിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അവര് നമ്മളെ കാണുമോ? റസൂലുള്ളാഹിയുടെ മറുപടി, ഉസ്കുത് യാ അബൂബക്കർ, അബൂബക്കർ താങ്കളൊന്ന് മൗനം പാലിക്കണം. ഇസ്നാനി, 2 പേരാണോ നമ്മൾ? ഇസ്നാനി, അബൂബക്കർ ഞാനും നീയും മാത്രമാണോ? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമതായി റബ്ബുള്ളൊരു കാര്യം നീ മറന്നുപോയ അബൂബക്കർ. അതാണ് മുസ്ലിമിന്റെ വിശ്വാസം. അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ ഏതു പ്രതിസന്ധിയിലും. പരീക്ഷണങ്ങൾ മൂർച്ച കൂട്ടാനാണ്. എന്തേ ഹിജ്റയിൽ ഒരു ബുറാക്കില്ലാത്തത്? ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ കണ്ണെത്തുന്ന ദൂരത്ത് കാലെത്തുന്ന വേഗതയിൽ മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോയില്ലേ റബ്ബ്? 7 ആകാശത്തിലേക്ക് കൊണ്ടുപോയില്ലേ റബ്ബ്?
അടുത്ത പ്രഭാതത്തിൽ തിരിച്ചു മക്കയിലേക്ക് എത്തി റസൂലുള്ളാഹി. ഫലസ്തീനും കടന്ന് 7 ആകാശവും കടന്ന് തിരിച്ചെത്തിച്ചു റബ്ബ്. എന്തേ ഹിജ്റയിൽ ഒരു ബുറാക്കില്ലാത്തത്? വിശ്വാസിയുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകണം. വിശ്വാസിയുടെ ജീവിതത്തിൽ കടുപ്പമേറിയ അധ്യായങ്ങൾ ഉണ്ടാകണം. ആ പരീക്ഷണങ്ങൾ, ആ കടുപ്പമേറിയ ദിനരാത്രങ്ങൾ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ്. ഏതു പ്രതിസന്ധിയും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രശ്നമില്ല. അല്ലാഹു സാലിസുഹുമാ എന്ന് പറഞ്ഞ ആ വിശ്വാസമുണ്ടല്ലോ, റബ്ബ് കൂടെയുണ്ട്, ആ ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ഇന്ന് എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിമീങ്ങളെ വളഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കെന്താണ് പ്രശ്നം? നിങ്ങൾക്കെന്താണ് നൃത്തം ചെയ്താൽ? നിങ്ങൾക്കെന്താണ് സംഗീതം ആസ്വദിച്ചാൽ? നിങ്ങൾക്കെന്തുകൊണ്ടത് പാടില്ല? എന്തുകൊണ്ടത് പറ്റില്ല? നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം? മുസ്ലിമീങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ, മുസ്ലിമീങ്ങളുടെ കർമ്മങ്ങളൊക്കെ ഏതെങ്കിലും മീഡിയ ആഫീസുകളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിലാകണമോ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ? മുസ്ലിം എന്തു ചെയ്യണം, എന്തു ചെയ്യണ്ട എന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർക്കുലറുകളുടെ അടിസ്ഥാനത്തിലാകണമോ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ? മുസ്ലിമീങ്ങളുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഏതെങ്കിലും സർക്കുലറുകളുടെ അടിസ്ഥാനത്തിലല്ല. മുസ്ലിമീങ്ങൾ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും പണ്ഡിതന്മാർ കൂടിയാലോചിച്ച് അവര് പാസാക്കിയ നിയമങ്ങളല്ല. മതമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹിക്മത്ത്, അതിന്റെ ലക്ഷ്യം അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മുസ്ലിമീങ്ങൾ 5 നേരം നമസ്കരിക്കുന്നു, എന്താണ് അതിൽ മറ്റുള്ളവര് കാണുന്ന ലക്ഷ്യം? മുസ്ലിമീങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം അത് പാവങ്ങൾക്ക് മാറ്റിവെക്കുന്നു. സക്കാത്ത്. മരണത്തിന് ശേഷം ജീവിതമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം പൊട്ടപ്രവർത്തനം, അവന്റെ പണം പോയി എന്നല്ലാതെ എന്ത് ഹിക്മത്താണ് സക്കാത്തിലുള്ളത്? മുസ്ലിമീങ്ങൾ മദ്യപിക്കുന്നില്ല. ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാര് കൂടിയാലോചിച്ച്, മുസ്ലിം പണ്ഡിതന്മാര് കൂടിയാലോചിച്ച്, ഇത് ആൽക്കഹോൾ ശരീരത്തിന് പിന്നെ അപകടമുണ്ടാക്കും, അതുകൊണ്ട് മദ്യം വേണ്ട, മദ്യം ഹറാമാണ് എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാരിറക്കിയ സർക്കുലർ കൊണ്ടല്ല മുസ്ലിമീങ്ങൾ മദ്യപിക്കാത്തത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർ പലിശ അവർ സ്വീകരിക്കുന്നില്ല. ഇസ്ലാമിലെ സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാം ഒരുമിച്ചുകൂടി ഇതാ പലിശ എന്നുള്ളത് നമ്മുടെ സമ്പദ്ഘടനയെ ബാധിക്കും, അതുകൊണ്ട് പലിശ വേണ്ട എന്ന് അങ്ങനെ ഏതെങ്കിലും ആളുകൾ തീരുമാനിച്ചതല്ല. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. മുസ്ലിം എന്തു ചെയ്യണം, മുസ്ലിം എന്തു ചെയ്യണ്ട, അത് അവന്റെ ദീനാണ്, അത് വഹിയാണ്. അത് വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. മുസ്ലിം അവൻ വസ്ത്രമെടുക്കുന്നതിന്റെ നീളം മുതൽ ഒരു മുസ്ലിം അവൻ വിസർജിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ വരെ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് എങ്കിൽ അതിനേതെങ്കിലും ശാസ്ത്രകാരന്മാരുടെ പിൻബലത്തിന്റെ അടിസ്ഥാനത്തിലല്ല മുസ്ലിം കൊണ്ടുവരുന്നത്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1000 കൊല്ലങ്ങൾക്കപ്പുറം ചില ആളുകൾ ചോദിക്കാണ്, കാലം മാറുമ്പോ മാറണ്ടേ? ഈ കാലത്തും ഇത്തരം കാര്യങ്ങളുമായിട്ട് നടക്കാണോ? കുട്ടികളൊക്കെ മാറാൻ തുടങ്ങാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോഴും ആ പഴയ പ്രാകൃതമായ വണ്ടി കിട്ടാത്ത ആ കാലത്ത് നിൽക്കാണോ? കാലം മാറുമ്പോൾ മാറണം. മനുഷ്യന്മാരുണ്ടാക്കിയ ആദർശമാണെങ്കിൽ, മനുഷ്യന്മാരുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്, പഠനങ്ങൾക്ക് പരിമിതിയുണ്ട്. ഇന്നലകളിലെ കണ്ടുപിടുത്തങ്ങൾ, ഇന്നലകളിലെ വലിയ വലിയ ചിന്തകൾ ഇന്ന് അബദ്ധങ്ങളാണ്. അതുകൊണ്ടല്ലേ പല ഇസങ്ങളും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത് മനുഷ്യന്മാരുണ്ടാക്കിയെടുത്ത അവരുടെ ചിന്തയിൽ ഉദിച്ച ആശയങ്ങളാണ്. മനുഷ്യന്മാരുണ്ടാക്കിയ ആശയങ്ങളാണെങ്കിൽ മാറണം. ഇത് മനുഷ്യനെ പടച്ച റബ്ബിന്റെ ദീനാണ്, വഹിയാണ്. 1000 കൊല്ലങ്ങൾക്കപ്പുറം ഇവിടെ ലോകമുണ്ടെങ്കിൽ, മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ
അന്നും ഇസ്ലാം ഇതുപോലെ ഉണ്ടാകും. ഇസ്ലാമിലെ നിയമങ്ങൾ ഇതുപോലെ ഉണ്ടാകും. അത് കാലത്തിനനുസരിച്ച് മാറുന്ന ഒന്നല്ല, കാലാധിവർത്തിയായ പടച്ച റബ്ബിന്റെ നിയമങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇപ്പൊ എന്തെങ്കിലും ഒരു വിവാദം വരുമ്പോഴേക്കും, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും അതിലൊരു പേടിച്ച് ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. മുസ്ലിമീങ്ങൾ എന്തു ചെയ്യണം, എന്തു ചെയ്യരുത് എന്ന് തീരുമാനിക്കാൻ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ അവരുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല. ഒരു മുസ്ലിം എന്തു ചെയ്യണം, എന്തു ചെയ്യണ്ട എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് എങ്കിൽ ഇവിടെ വ്യത്യസ്തങ്ങളായ വിമർശനങ്ങൾ ഉണ്ടാകും. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ നാവുകൾ കൊണ്ട് പറഞ്ഞു പറഞ്ഞ് അതിനെ അങ്ങ് ഊതിക്കെടുത്താൻ അവർ പരിശ്രമിക്കുകയാണ്. ഇസ്ലാം കെട്ടുപോകും എന്നവർ കരുതുകയാണ്. വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ആർക്ക് വെറുപ്പുണ്ടെങ്കിലും, ആർക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടെങ്കിലും ഈ ആദർശം അത് പൂർത്തിയാവുക തന്നെ ചെയ്യും, അത് അതിജയിക്കുക തന്നെ ചെയ്യും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഹിജ്റയുടെ വേളയിൽ റസൂലുള്ളാഹിയെ പിടിക്കാൻ അരികിലേക്ക് എത്തുന്നുണ്ട് സുറാഖ. തൊട്ടരികിൽ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മക്കയിൽ പോവാണ്, നാട് വിട്ടു പോവാണ്. ആ പോകുന്ന വേളയിലാണ് തൊട്ടരികിൽ കുതിരയുമായി എത്തി നിൽക്കുന്നത്. മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. മനസ്സിലായി, പിടിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി തൊട്ടരികിലേക്ക് എത്തി സുറാഖയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൈഫ ബിക യാ സുറാഖ, എന്തു തോന്നുന്നു സുറാഖ, എന്തു തോന്നുന്നു നിനക്ക്? കിസ്രയുടെ കൈകളിലുള്ള, റോമിലും പേർഷ്യയിലുമുള്ള ഭരണാധികാരികളുടെ കൈകളിലുള്ള ആഭരണങ്ങൾ, കിസ്രയുടെ കൈകളിലുള്ള ആഭരണങ്ങൾ, സുറാഖ നിന്റെ കൈകളിലെത്തുന്ന ഒരു കാലത്തെക്കുറിച്ച് നിനക്കെന്തു തോന്നുന്നു? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ കാലഘട്ടത്തിലെ സാമ്രാജ്യങ്ങൾ റോമും പേർഷ്യയും, ആ റോമിലും പേർഷ്യയിലും ഇസ്ലാം എത്താൻ അധിക കാലം വേണ്ട. സുറാഖയുടെ കാലം തീരുന്നതിന് മുമ്പ് റോമിന്റെ കൊട്ടാരങ്ങളിൽ ഇസ്ലാം എത്തുമെന്ന പ്രഖ്യാപനം. ജനിച്ച നാട്ടിൽ നിന്ന്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആ പോകുന്ന വേളയിലാണ് ആ വാക്ക്. എത്ര കാലം വേണ്ടി വന്നു? എത്ര കാലം വേണ്ടി വന്നു? ഉമർ റളിയല്ലാഹു തന്റെ ഭരണകാലഘട്ടത്തിൽ റോമിൽ ഇസ്ലാമെത്തി, പേർഷ്യയിൽ ഇസ്ലാമെത്തി, ആഫ്രിക്കയുടെ തീരങ്ങളിൽ ഇസ്ലാമെത്തി. അവിടെയുള്ള ചെങ്കോലും കിരീടവും, ഭരണാധികാരികളുടെ കിരീടം മസ്ജിദുൻ നബവിയുടെ മുന്നിൽ കുട്ടികൾക്ക് കളിക്കാൻ തൂക്കിയിടുന്ന ഒരു കാലം അധിക കാലം വേണ്ടി വന്നില്ല. ഉമർ ഖത്താബിന്റെ ഭരണകാലഘട്ടത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഇസ്ലാം ചർച്ചയായിക്കൊണ്ടേയിരിക്കും. ഇസ്ലാമിന്റെ തീരങ്ങളിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ ഇവിടെയുള്ള ഏതു പ്രതിസന്ധികളും, ഏതു വിമർശനങ്ങളെയും അതിജയിച്ച് ഈ ആദർശം മുന്നോട്ടു പോകുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു ഇതിനെ സംരക്ഷിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഇതെല്ലാം തകരും എന്നൊരു പേടി മുസ്ലിങ്ങൾക്ക് വേണ്ട. കാരണം അള്ളാഹു ഇസ്ലാമിക പണ്ഡിതന്മാരെ ഇതിന്റെ സംരക്ഷണം ഏൽപ്പിച്ചിട്ടില്ല, മുസ്ലിമീങ്ങളെ ഇതിന്റെ സംരക്ഷണം ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു ഏറ്റെടുത്തതാണ് ഈ ദീനിന്റെ സംരക്ഷണം. ഈ ദീൻ അതിനൊരു കോറലുമേൽക്കാതെ ഏറ്റവും മനോഹരമായി മുന്നോട്ടു പോകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ, ഇത്തരത്തിലുള്ള ഫിത്നകൾ, അത് നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.